ഞാൻ കുറച്ച് കാലം ആനിമേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫീൽഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്രിയേറ്റീവായിട്ടുള്ളൊരു ഫീൽഡാണത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 8 മണി വരെ ഇരുന്നിട്ടുള്ള വർക്കാണ്. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല. കുറച്ച് ദൂരം നടന്നു വരും, പിന്നെ അത് കഴിഞ്ഞ് റൂമിൽ കയറി കിടന്നുറങ്ങും. നമ്മളെ ബ്രെയിനൊക്കെ അത്രയും ക്ഷീണിതരായിരിക്കും. അപ്പം വന്ന് കിടന്നുറങ്ങും. വീണ്ടും പിറ്റേ ദിവസം രാവിലെ ഇത് തന്നെ. ഭക്ഷണമൊക്കെ കഴിക്കും, പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ട്, പക്ഷേ വേറെ ഒരു ആക്ടിവിറ്റി ഇല്ല. കമ്പ്യൂട്ടറിലുള്ള വർക്ക് മാത്രം. നമ്മളിൽ പലരും ഈ ജീവിത രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതിനനുസരിച്ച് വാർദ്ധക്യം ബാധിക്കാനും തുടങ്ങുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഞായറാഴ്ച ഞാൻ കുട്ടികളുമായിട്ട് കളിക്കാൻ പോയി. ഞാൻ ഓടിക്കളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ഓടാൻ കഴിയുന്നില്ല. എനിക്ക് കിതപ്പ് വരുന്നു, ഭയങ്കരമായിട്ട് കിതപ്പ് ബാധിക്കുന്നു. ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കിതപ്പ് ബാധിക്കുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ ഫുട്ബോൾ തട്ടുമ്പോൾ 2 തട്ട് തട്ടുമ്പോഴേക്ക് കാലിന് വേദന വരുന്നു, കാലിന് ഉളുക്ക് വരുന്നു, കാൽമുട്ടിന് വേദന വരുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ആരോഗ്യം ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുകയാണ്, വാർദ്ധക്യം ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇപ്പം ഞാൻ ആ ഫീൽഡ് വിട്ടിരിക്കുകയാണ്. അനിമേഷൻ ഫീൽഡ് മോശമായിട്ടല്ല, പക്ഷേ അതിനേക്കാളും ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് വരാനുള്ള താല്പര്യം കൊണ്ട് ഞാൻ കൂടുതൽ ആക്റ്റീവായി മാറി. അതോടുകൂടി ആ തരം പ്രശ്നങ്ങളും അപ്രത്യക്ഷമായി. അപ്പോൾ എത്ര വയസ്സായി എന്നുള്ളതല്ല നമ്മളുടെ വാർദ്ധക്യത്തെ അല്ലെങ്കിൽ യുവത്വത്തെ നിർണ്ണയിക്കുന്നത് നമ്മളുടെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഈ തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഏജ് യങ് എന്ന ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. താല്പര്യമെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഞാനതിൻ്റെ ഫൗണ്ടറാണ്. എൻ്റെ പേര് സാജൻ എന്നാണ്. 55+ ആണ് എൻ്റെ പ്രായം. താല്പര്യമെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.